ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേക്കും പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ബോക്സ് പറഞ്ഞ ഒരു ഷോപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അനാനുണ്ട്, ഈച്ചുണ്ട്, ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. ഇഫ്രാനാണ് പിടിച്ചെടുത്തിക്കാണ്. അതിന് എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചി ദിവസങ്ങൾ? ഞാൻ കഴിഞ്ഞ ഇങ്ങോട്ടേക്ക് ലേറ്റിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് അപ്പോൾ കഴിഞ്ഞ ഞാൻ 4-ാം തീയതി പരിധി പോകുന്നതാണ്. ഇപ്പം 18 ഇന്ന് 18 15 ദിവസമൊക്കെ എണ്ണം കൂട്ടി ടൈം കിട്ടിയില്ല. 15 ദിവസമായി. കുറച്ച് ദിവസമായി. അപ്പം നിന്നതിനെല്ലാം ഒന്നും പറയരുത്. അപ്പോൾ ജിംഷായിനിപ്പോൾ ഞാൻ കാറിൽ വണ്ടി കയറ്റിയിട്ട് ജിംഷായിന് കുറച്ച് സാധനങ്ങൾ കാണിച്ചു കൊടുത്ത്, കുറച്ച് സാധനങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുത്ത്, കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്ത് തോന്നുന്നു? വളരെ ഹാപ്പി. ഇവിടെ നിൽക്കണേന് 100-110% ഉറപ്പുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ 4-ാം തീയതി തൊട്ട് പെരയിൽ വെറുതെ ഇരിക്കൽ തുടങ്ങിയാണ്. ഞാനും. പക്ഷെ അങ്ങനെ ഉണ്ടാവും അറിഞ്ഞില്ല നമ്മൾ തമ്മിൽ വെറുതെ ഇരിക്കുകയാണെന്നുള്ളത്. ഒറ്റപ്പെടലിന്റെ അങ്ങേയറ്റായിരുന്നു പെരയില്. അഫീഫ് പഠിച്ചാൻ പോവാ, ഉമ്മച്ചി സ്കൂളിൽ പോവാ. ഞാൻ സത്യം പറഞ്ഞ വല്ല കാറ്ററിംഗ് പണിക്കും പോയാലെന്ന് വിചാരിച്ചു. വീട്ടിൽ പോസ്റ്റ് അടിച്ചിട്ടുണ്ട് അമ്മേ. ഞാൻ പിന്നെ വെച്ചാൽ എപ്പോഴേലും ഇങ്ങനെ വീട്ടിൽ കുറച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഉമ്മച്ചി പറഞ്ഞ് കുറച്ചെങ്കിലും കിട്ടണം, എപ്പോഴും എന്നെ ഒന്ന് കാണാൻ കിട്ടുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടുന്ന ടൈം ഫുള്ള് വണ്ടി ഡ്രൈവറായിട്ട് പോയിട്ടും ഡാഡിനാക്കി കൊടുക്കാൻ പോയിട്ടും സംസാരക്കാരൊക്കെ പണിയൊക്കെ എടുത്തിട്ട് ഭായിമാരൊക്കെ പണി എടുത്തിട്ട് അങ്ങനെ എൻജോയ് ചെയ്തു. ഇപ്പോഴാണ് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ കൊച്ചിക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇഫ്രനെ സർപ്രൈസ് ആക്കാം. അപ്പം ഇന്ന് ഇഫ്രൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഹാപ്പി ആവുക. ബർത്ത്ഡേ എന്ന് പറയാനുള്ള കാറ്റ് പോലും എൻ്റെ തൊണ്ടയിലില്ല. 48 മണിക്കൂറായി ഉറങ്ങിയിട്ട് പറഞ്ഞേ. ഉറങ്ങിയിട്ട് മിഞ്ഞാന്ന് ഉറങ്ങിയതാണ്. രാവിലെ പണി, രാത്രി പണി. രാവിലെ വർക്കുണ്ട്, രാത്രി വർക്കുണ്ട്, പിന്നെ ഉച്ചക്കും വർക്കുണ്ട്, വൈകുന്നേരം വർക്കുണ്ട്, പിന്നെ ഇടയിലൊന്നും ചോറുന്നാനും ഇടയിൽ ഭക്ഷണം കിട്ടും. ഫെബ്രുവരി 1 വൈകിട്ട് 5 മണിക്ക് ഇനോഗ്രേഷൻ ഉണ്ടാവും. കൺഫേം. ഇത്ര എളുപ്പം? കൺഫേം. ഫെബ്രുവരി 1 നമ്മളെ കൊച്ചിയിലെ ഷോപ്പ് കൊച്ചിയിൽ നമ്മളെ ഷോപ്പ് ഇനോഗ്രേഷൻ ഉണ്ട് ഖുറാനിന്റെ. അപ്പൊ ഫെബ്രുവരി 1 വൈകിട്ട് 4-5 മണിക്ക് ശുഭമുഹൂർത്തം. 4-ക്കും 5-നും ഇടയിൽ നമ്മള് കട തുറന്ന് പ്രവർത്തനം ആരംഭിക്കണം. അപ്പൊ കൊച്ചി ഇനി അഥവാ അന്ന് വന്ന് കൺഫേം അല്ലേ പിന്നെ നമ്പർ വ്ളോഗിലിടും. അല്ല, ഫെബ്രുവരി 1 കൺഫേം ആണ്. എല്ലാ ചെത്തണം വൈകിട്ട് കാര്യത്തിലായി. വൈകിട്ട് 4-5 മണിയുടെ ഇടയിൽ എല്ലാ ചെത്തണം. നമ്മുടെ വൈറ്റില വൈറ്റില ഗോൾഡ് സൂക്കിന്റെ അടുത്തായിട്ട് നമ്മളെ ഷോപ്പ് വരുന്നുണ്ട്. അല്ല ഒച്ചല്ല, അതാണ് മനസ്സിലായി. അത് അടുത്ത് പിടിച്ചു. അപ്പം ഞാനിപ്പം മരുന്നൊക്കെ ആയിട്ടാട്ടോ ഇവിടെ കൊച്ചിയിൽ. ആ മരുന്നല്ല, ഒന്ന് തിരിഞ്ഞു സാധനം കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെയാണ് ഇപ്പൊ അവസ്ഥ. കീറിയ കുപ്പായം മാറ്റാൻ വേണ്ടി നേരല്ല. മോഹൻലാലിനെ കാണാൻ പോവാ, പിന്നെ സ്പീക്കറിനെ കാണാൻ പോവാ. അതായത് ഞാൻ ഈ കുപ്പായം 4 ദിവസം മുന്നിട്ടാണ്. കഴിഞ്ഞ 4 ദിവസത്തിൽ 2 ദിവസം ഉറങ്ങിയാണ്ട് കുപ്പായം മാറ്റാൻ നേരം കിട്ടിയില്ല. ബ്രാൻഡിനെ പറയിപ്പിക്കാൻ. എന്റെ ബ്രാൻഡല്ലേ, എന്റെ ബ്രാൻഡിനെ ഇടണേ. വേണോടാ, ഞാൻ മനസ്സിലാക്കണം ഏത് സാഹചര്യത്തിൽ ഇടാൻ പറ്റിയ ടീഷർട്ടാണ് ഹിൻലെസ് എന്നാണ് ഞാൻ അതില് പരസ്യം കൊടുക്കുന്നത്. അപ്പൊ കൊച്ചി നമ്മൾ ഫുള്ള് മരുന്നാട്ടാ. മരുന്ന് പറഞ്ഞാല് ആന്റിബയോട്ടിക്കും അതിന്റെ ബാക്കി പത്രങ്ങളാണ്. ആകെ പിടുത്തം വിട്ടു. അങ്ങെത്തി ആന്റിബയോട്ടിക്കിൽ അത് രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയപ്പം ഡോക്ടർക്ക് ശരിയാവും. ഈ നിൽക്കുന്നതിനൊക്കെ കാര്യമുണ്ടല്ലോ. കൊണ്ടൂല. അങ്ങനെ തന്നെ എല്ലാ കാര്യവും അങ്ങനെയാണോ? ഞാൻ ഒന്നും പറയലില്ല, ഒന്നും പറയൂല. ഞാൻ പറയാ അത് അങ്ങനെയാണ് നിക്കുന്നുണ്ട്. പറയുന്നോല് പറയും, നമ്മളും ഉണ്ടാക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പൊ ഒന്നും ആരോടും പറയണില്ല. ഇപ്പൊ കൊക്കിന് ജീവനില്ല. കൊക്കിന് ജീവൻ ഉണ്ടായി തുടങ്ങുമ്പോൾ ഇൻഷാ അള്ളാ ഒന്നും പറയൂല. എല്ലാവരും യൂട്യൂബിൽ നിന്ന് കാണുക. അപ്പം ഇതെന്താ വ്ളോഗ്? നാളെ രാവിലെ കേട്ടോ. എഡിറ്റ് ചെയ്യാൻ സമയം നോക്കട്ടെ. ഏട്ടാ, ഞാൻ എഡിറ്റ് ചെയ്ത് തരാം എനിക്ക്. അപ്പം നാളെ രാവിലെ അല്ല നാളെ വൈകുന്നേരം ഒന്നും അവസാനിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ വ്യാമോഹം അറിയാത്തവരുടെ ഓരോ തോന്നലുകളാണ്. അപ്പം നാളെ കൃത്യം 5:30 മണിക്ക് വിനീത തിയേറ്ററിൽ കാട്ടാളൻ്റെ ടീസർ ലോഞ്ച് ഉണ്ട്. കാട്ടാളൻ്റെ ടീസർ എല്ലാവരും യൂട്യൂബിൽ നിന്ന് കാണുക. എൻ്റെ ചാനലിലും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ചാനലും കാട്ടാളൻ്റെ ടീസർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടീസർ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയുക. അത്രേ ഉള്ളൂ. എല്ലാം ഷോർട്ടായിട്ട്, ഫുള്ള് പറയില്ല. നമുക്കൊന്നും പറയാല്ല, എല്ലാം കണ്ടിട്ട് പറയാം. ഒക്കെ പറയണ പോലെ പറയാം. എല്ലാവരും പ്രത്യേകം ഹനാൻജ
ഭാഗമുണ്ടെങ്കിൽ കമന്റ് അടിക്കുക. അതെ, ഭാഗം ഉണ്ടാവണം എന്നാണ്. അല്ലേ ബർത്ത്ഡേ അല്ലേ, സെലിബ്രിറ്റി അല്ലേ. ഹലോ ഹലോ എടുക്കാൻ വേണ്ടി കേക്ക് പറഞ്ഞു. ഹലോ ഫോൺ ചാടി. ആ ഇതാ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു വ്ളോഗ് എടുക്കുന്നുണ്ട്. അതല്ല ഇതിന്റെ അല്ല, ഞാൻ അവിടുന്ന് എടുത്ത് വന്നതുകൊണ്ട് കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ഇപ്പോൾ 12 മണി, ഇന്നലെ ഒരു 12 മണിയായപ്പോൾ ഉപ്പിയും ഉമ്മയും ഇഫ്രാക്ക് വേണ്ടിയിട്ട് കേക്കും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേൻ്റെ ഇത് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷ്വലും അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് നേരെ പോയത് ലുലുമാൾക്കാണ്. അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടിട്ട് വരി. അതിൻ്റെ കഴിഞ്ഞിട്ടാവും നമ്മൾ ബർത്ത്ഡേൻ്റെ ബാക്കി ഫംഗ്ഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടിട്ട് വരി. എടുത്തിട്ടില്ലല്ലോ തന്നെ. ഓൽക്കറിയില്ലേ, എനിക്കറിയില്ലേ, സംഭവറില്ലേ, അല്ലെങ്കിൽ നല്ല കുറിച്ചട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട് നമ്മളെ കേക്ക്? സാറല്ലേ ടേസ്റ്റ് അറിയാം, ടേസ്റ്റ് ഒന്നൊക്കെ പറയാം. രസല്ലേ? ഇത് അപ്പൊ നമ്മളിവിടെ കയറലാവും. അതൊരു കുഴപ്പമുണ്ടാവില്ല. പേടിക്കൊന്നും വേണ്ട, കുറച്ച് വിട്ടു നിന്നോ, ഇങ്ങനെയൊക്കെ വെക്കാം. ഇത് അടുപ്പിച്ച് വെക്കണേ കാല്. ആ ഇല്ല ഞാൻ എടുത്തിക്കണതിന് മുന്നേ. അതിന് ചില പേടിയില്ലായിരുന്നേ, ഇങ്ങനെ കാലിങ്ങനെ അടുപ്പിച്ച് വെച്ചോ. കണ്ണോർക്കേ ചെരിഞ്ഞു നോക്കി. ആ കയ്യും ഇപ്പൊ കയ്യും മേലൊക്കെ നോക്കണ്ടാ, മേലൊക്കെ നോക്കണ. ഭയങ്കര പ്രഷറില്ലേ? അന്ന് ഇത്ര
എന്തിപ്രാ കഴിഞ്ഞു പൊങ്ങണ്ട് കഴിഞ്ഞു ഓ ഇത് ഭയങ്കര പ്രഷർ കേട്ടോ. തലവിനുണ്ട് കഴിഞ്ഞു പക്ഷെ നേരക്കാൻ വയ്ക്കില്ലല്ലോ. ഇരിക്കല്ലേ ആ ചെക്കൻ നിക്കണോ ഭയങ്കര തലവേദന. അല്ല അതല്ല അർത്ഥം കൂടി ഒരുമിച്ചിട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേയിൽ പല്ലി പോലെ നിൽക്കാൻ പറ്റും. ആർക്കും കിട്ടാത്ത സൗഭാഗ്യം കിട്ടി. സുഹൃത്തുക്കളെ, അടുത്ത ഇഫ്രയുടെ ബർത്ത്ഡേ നമ്മൾ അടിക്കുന്നു. ഇഫ്രക്കുള്ള ഒരു പാവക്കുട്ടി വേണ്ട, അത് മറ്റേതാണ്. ഇഫ്രയുടെ ആഗ്രഹങ്ങൾ വലുതാട്ടോ. അതോ പിങ്ക് കാരം കിട്ടൂല. ഇതാവുമ്പോ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ഒക്കെ അല്ലേ? ഞാൻ ഒന്നും വേണ്ടല്ലോ, വെറുതെ പൈസ വേണ്ട. എന്തായാലും കഴിവില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. വേണ്ടല്ലേ? ഒരു കുട്ടി കരയാണ്. ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പറയും. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഒന്ന്. ഇഫ്രത്താത്താക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതല്ലേ വേണ്ടി? ഓ നാണം വന്നു. എന്താ പേര്? സാര. ഓ ഇതാണോ അവന്റെ കാക്ക? ഹാപ്പി കിട്ടോ? ഓടി വേണ്ട, എനിക്ക് പാവം എന്തേ എന്തൊക്കെ മുടക്കിയിട്ട് 10 എനിക്ക് അവിടെ ഒരു പ്രതീക്ഷ ഉണ്ട്. പാവ നേരത്തെ നല്ല പ്രതീക്ഷ ഉണ്ട്. എടാ ഇതെന്തിനാ ആരെ കൂടി പോയടാ? ഇതിനുള്ളിൽ കിട്ടാത്തപ്പോളേ പട്ടണം കൂരി ആൾക്കാരെ ഓടി. ഞാൻ അപ്പുറത്ത് പോയേക്കാം. നിനക്ക് ഇതാവൂലേ പ്രതീക്ഷ? എനിക്കതല്ല പ്രതീക്ഷ. അത് കിട്ടൂല എന്തായാലും.
അതൊക്കെ കിട്ടും. ഹലോ അനാൻഷല്ലേ? ആ എന്നാ ഫോണിൽ വിളിക്കാം. ഹലോ അനാൻഷതാ ഉള്ളു വിളിക്കണം. ഉള്ളു വിളിച്ചെടുക്കേ. കോള് പോണം കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ ഷൂട്ടില്ല. തട്ടിക്കൊണ്ടോ കൊണ്ടോവും പോണ്ട എന്നോട് പോണ്ട. I am the villain. Villain. Bye. ഇവിടെ ഞാൻ കൊണ്ടുപോകുന്നു. തിരുവനന്തപുരത്ത് പൊന്നാനിക്ക് 2 മാം കിട്ടിയിട്ടുണ്ട്. എന്റെ മുഖത്ത് ഇപ്പൊ പൊന്തുവല്ലോ. സീരിയസ് ആയിട്ടോ കളി? അഫ്താവേ അതിന് നല്ല പൈസക്ക് വേറെ വാങ്ങിക്കൊടുക്കുക. അഫ്താവേ ഇപ്പൊ കിട്ടും പോർന്ന്. വീഡിയോ രാത്രിയിലെ വീഡിയോയിൽ കാണാം. ഓനെ എവിടെയാണ്? ക്രൂഷ്യൽ മൊമെന്റ്. ഇതാ ഇത് നിഹാൽഷ. എടാ ഇതാണ് ട്രിക്കിൽ ഇങ്ങനെ അളക്കണം. ഇതുണ്ടോ? എന്നിട്ട് അറ്റാമർത്തില്ല കണ്ടോ? അപ്പൊ ഒന്നും കിട്ടൂല. കത്തിച്ചു നമ്മളെ. ഔട്ടാക്കി, ഗെയിമിന്ന് ഔട്ടാക്കി. തല വലിപ്പില്ലാണ്ട് ആമനെ പോലെ. ജസ്റ്റ് വെച്ച് നോക്ക്. ട്രൈ ചെയ്ത് നോക്ക്. അയ്യോ ഏത് ഞങ്ങളുണ്ടാവും കേട്ടോ. വിട്ടോ നന്നായി നേരെ ഇറങ്ങിക്കോ. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെക്കോ ജിമ്മിൽ ഒറ്റക്കാരുന്നെങ്കിൽ നിക്കടെ ഇവിടെ
വലിയ കഥയൊന്നുമില്ല, വെറുതെ കയറിയില്ല, അതോടെ. അതിലല്ലേ നബീലെ തല ലൂസായിട്ട് നോണാറിന് കയറാൻ നോക്കാണ്. നബീലെ 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 അനക്ക് ലൂസല്ലേ ടൈറ്റോ? വെറുതെ നോണാറിയാൻ നിക്കണ്ട, ഒന്നും കാണൂല കേട്ടോ. മോന്റെ പകുതി എത്തിയപ്പോ കട്ടായി. ഷാനു പേടിച്ച് നിക്കാട്ടോ. ഷാനിയോ ഇല്ല പറ്റൂല, അത് ലോക്കാക്കി. ഷാനിയോ ഷാനുന്റെ മൂന്ന് നോക്കിയാ എടാ ഇപ്പൊ പിടിച്ചാണ്ട് ഷാനു താഴത്ത് അവിടെ ഇല്ല. ഷാനു പൊടിച്ചിരുന്നോ? ഫോണുണ്ടോ? ഫോണ് ചാട് ഷാനു. വേറെ വിഷയലേനി പസിബുവാ. ഡ്രെഡ് അവിടെ ഭയങ്കര നിരാശയായിട്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ഒന്നല്ല തലവേദനയായിട്ട് അടിഞ്ഞ് എല്ലാരും കൂടി വേറെ ഒന്നും പറയാം. അതിന് കൊടുത്തുകൊണ്ടെന്ന് വെച്ചാല് നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എടാ ഒരാ ലേറ്റ് ഇട്ട് തരുമോ? അല്ല ഇവിടെ ഇവിടെ കേക്ക് കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഓരോന്ന് പറഞ്ഞോ. ഇവിടെ ഇരിക്കണ്ടേ, അവിടെ ഷോൾ ഇവിടെ ഇരിക്കണ്ട്. ഇപ്പൊ കാണൊക്കെ പൂവാറിന് ഇറക്കി പോലെ ഇറക്കുമ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്യാം. അയ്യോ നിക്ക് അങ്ങോട്ട് കൊണ്ടുവരണം. അവിടെ ഒരു കപ്പലൊക്കെ ഇരിക്കുന്നുണ്ട്. വാ പോവാ, വാടാ. ചോദിക്കട്ടെ,
എത്ര വർഷമായി കൊച്ചിയിൽ വന്നിട്ട്? നിഹാലും സൽമാനും കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഇഫ്ര. അപ്പൊ പോരാ എനിക്ക് 4 വർഷം. 4 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വരുന്നത്. ചെറുപ്പത്തിലൊന്നും വന്നതാണ്. ഒന്നുമില്ല. പോലെ അതെന്തേ സർപ്രൈസ് ഒന്നുമില്ല. എനിക്ക് അറിയണ എനിക്ക് അറിയാം. എന്നാലും അറിയണോ? സത്യമായിട്ട് അറിയില്ല. പാട്ടിനോ? നിലമ്പൂർ പാട്ടാണല്ലോ പോവാന്. എടാ പ്രൈം എങ്ങനെയുണ്ട്? അനാ ബാക്കിൽ പ്രൈം എങ്ങനെയുണ്ട്? വാ വാ വാ. ഇന്നിവിടെ 3ാമത്തെ കേക്ക് കട്ടിങ് സെറിമണിയാണ് ഇവിടെ നടക്കുന്നത്. ആര് എന്താ പടക്കാണോ? ഇവിടുന്ന് തന്നെ വിട്ടുവാണോ? എടാ എന്താണ്? എന്താടാ ബോംബോ? Wallahi 10 9 8 7 6 5 4 3 2 1 ഇതല്ലാതെ എങ്ങനെ വിശ്വസിക്കാനോ? കത്തിയൊക്കെ ഉണ്ട്. കത്തിയും അവിടെ അതിന്റെ മേലെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ. അപ്പോ നോക്ക് ഇങ്ങോട്ട് വാ. ഒരു പ്രത്യേക ഒരാളോട് പറയാം. കാരണം ഇത് ചിലപ്പോൾ കോപ്പറേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സമയം 2 മണിയാവാനായി. അപ്പോൾ ഇവിടെ ഒന്നും കേക്ക് കിട്ടാനില്ല. കുറേ നേരമായി കേക്കിൻ്റെ കാര്യം നോക്കണേ. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞിന്. പക്ഷേ പോപ്പറാണ്. അപ്പോൾ കേക്ക് നമുക്ക് ഹണി കേക്കിൻ്റെ ഷെമിൽക്കാണ് സെറ്റാക്കി തന്നത്. അതുപോലെ ഷോപ്പ് തുറന്ന് കണ്ട് നമുക്ക് കേക്ക് പ്രത്യേകം എടുത്തതാണ്. അത് പ്രത്യേകം പറയാണ്ട്. അത് ഓഫ് ചെയ്തോ? എനിക്കറിയാം. അതങ്ങോട്ട് തിരിഞ്ഞേ. അത് ഇതിൽ വല്ലാതെ കേൾക്കൂല. മെസ്സിൻ്റെ സൗണ്ടോ? അപ്പോൾ ഷെമിൽക്ക നമുക്ക് കേക്ക് ഹണി കേക്കിൻ്റെ ഷെമിൽക്ക. അപ്പോൾ മൂപ്പരോട് താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനത്തെ ഒരു സമയത്ത് ആരെ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഇനി നബിലിനോട് ഓലോടെ കേക്ക് വാങ്ങാൻ പറയുന്നു. പക്ഷെ ഓല് എത്താൻ നേരം വൈകിയോണ്ട് എടാ അതല്ല ഇത് ഓഫ് ആക്കണ്ടേ? അല്ല ഇങ്ങനെ പിടിച്ചാൽ മതി. അസീബ് എങ്ങനെ പിടിച്ചാൽ മതി? വാ നിക്ക് എടാ എന്താണ്? അനക്കെന്താ പരിപാടി? മോനെ വച്ചണ്ടല്ലോ ഈ കേക്ക് തിന്നു. എന്താ പൊട്ടുണ്ട്? എന്താ പൊട്ടണേ? എടാ എടാ റെഡ് വാ. റെഡിന് നീച്ചാ കേട്ടോ പാവം. അവൻ പൊട്ടിന്ന് പറയണേ. ചങ്ക് കാര്യ എടാ
30-ാം വയസ്സിലേക്ക് ഫോണില്ല എല്ലായിടത്തും ഐക്കോണാ. അത് സത്യം, എല്ലാരും കിട്ടലില്ല അങ്ങനെ. ബർത്ത്ഡേ കൂടാനായിട്ട് ഞങ്ങള് കേരളത്തിൽ ഞാൻ പറയാം ഇന്നലത്തെ കാര്യം. എന്ത് അതിപ്പോ ഒരു കാരണമല്ലോ. ഇതാണ് കറക്റ്റ് നബീല്. ശരി, എടാ KP പാടുണ്ടോ? എല്ലാരും ഇരിക്കട്ടോ. ഇരിക്കല്ലോ. പാട്ട് പാടാൻ 5A ക്ലാസ്സിലെ KPയെ ക്ഷണിക്കുന്നു. 5A ക്ലാസ് 5B ക്ലാസ്സാ. ശരിയാ, തെറ്റി പാടണം. ഇരിക്കട്ടോ. അല്ല ഇതാവും കിട്ടും. ആദരിക്കുന്ന, ആരാധിക്കുന്ന, തിരിച്ചും ആരാധിക്കുന്ന ജിംഷാദിനു വേണ്ടി നമ്മളൊരു ഗാനം ആലപിക്കുകയാണ്. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയാ കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ കറക്കട എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്ന മൈക്ക്. താങ്ക് യു KP. വെൽക്കം. ഹസീബെ അന്ന് അനക്ക് കേക്ക് ഹസീബ് ഉണ്ട് കേട്ടോ. ഹസീബാണ് നമുക്ക് വേണ്ടി വീഡിയോ എടുക്കണേ. കിട്ടിയോ? എന്നിട്ട് കേക്ക് പേര് അടി. ഞങ്ങൾ പാട്ടുണ്ട്. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്. പറഞ്ഞില്ല ഇപ്പൊ ചാമ്പ്യനാണ് നിഹാല്. ഇന്നൊരു 5 വട്ടം ചാമ്പ്യനുണ്ടാവും. 5 വട്ടം. അത് ഓലെന്നെ കട്ട് ചെയ്തോളൂ. ലഡു എടുക്കാൻ പോണം. ഹായ് കൈക്ക് എടാ ലഡു എടാ. ഒരു മധുരല്ലേ? ഇത്രയും സ്നേഹത്തോടെ ലഡു മണക്ക ചങ്ങായി. ലഡു അല്ലല്ലോ. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഇവർ ഇത്രയും സ്നേഹത്തോടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെറിയൊരു ബർത്ത്ഡേ പരിപാടി ഇതാണുള്ളത്. ഇപ്പം അവിടെ വാ. ഹാപ്പിയാണോ? ഇന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വരാനാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഓളെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഇതാക്കാന്ന് വിചാരിച്ച്. ഇതെന്താ ലഡു? ഇതെന്ത് ലഡു? ഇത് പ്ലാസ്റ്റിക് അല്ലേ? ആ തിരി മാറ്റി കേട്ടോ. അപ്പൊ അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വരാന്ന് വിചാരിച്ചിന്. അതില് ഇഫ്ര പറഞ്ഞ് ഞാൻ അല്ല, എനിക്ക് വയ്യ, എനിക്ക് മൈഗ്രെയിൻ ആണ്, തലവേദനയാണ്, വയ്യ, ക്ലാസ് ഉണ്ട്. അതിന് പറഞ്ഞ ഒരു ദിവസം ക്ലാസ് ഒഴിവാക്കി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു യോജി നമ്മൾ പറഞ്ഞാലും കേൾക്കൂലല്ലേ, അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. വരാൻ തീരെ താല്പര്യം. ഒന്നാമത് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരണം. പിന്നെ നബീലിനെയും കൂട്ടി രണ്ടാളും കൂടിയും ഒരുമിച്ച് വന്നു. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടേനി. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ആക്കാന്നുള്ള രീതിക്ക് ഇതെന്തായാലും ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും ഇഞ്ഞും ഹാപ്പി ബർത്ത്ഡേ വേണ്ട അത്രയും മെസ്സേജ് നിൽക്കണില്ലേ? അപ്പം എന്തായാലും നിങ്ങൾ അയച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ചെറിയ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് ഉള്ളത്. അപ്പം എന്തായാലും
ഇനിയും എല്ലാവരും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാം. പുതിയ പുതിയ വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും ഉണ്ടാവും. പിന്നെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നടക്കട്ടെ ഇൻഷാ അല്ലാ. എന്ത് പ്ലാൻ ഉണ്ട് അറിയുമ്പോൾ ഇങ്ങനെ നോക്കണേ ചെയ്യും. എന്ത് ഡൗട്ട്? പ്ലാനല്ലേ? അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.